ഉഴുന്നുവട, സമൂസ, നെയ്യപ്പം, കേക്കടക്കം ലഘുഭക്ഷണങ്ങൾ തയ്യാറാക്കി വിവിധയിടങ്ങളിലെ ഭക്ഷണശാലകളിലേക്ക് വിതരണം ചെയ്യുന്ന പത്തനംതിട്ട തിരുവല്ല പെരിങ്ങരയിലെ ലഘുഭക്ഷണ നിർമ്മാണ യൂണിറ്റാണിത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതെന്ന് പരിസരവാസികൾ പെരിങ്ങര പഞ്ചായത്തിൽ ഒരു പരാതി നൽകി. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും പറന്നെത്തി തകൃതിയായി പരിശോധന നടത്തി. പഴകിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. മൈദ അടക്കം വൃത്തിഹീനമായ ഇടത്താണ് സൂക്ഷിച്ചിരുന്നത്. അടുക്കളയുടെ പരിസരത്ത് മലിനജലത്തിന്റെ ദുർഗന്ധം മൂലം നിൽക്കാൻ പോലും കഴിയില്ല. പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങളും പഴകിയ എണ്ണയും കൈയോടെ നശിപ്പിച്ചു. അഞ്ച് ദിവസത്തേക്ക് ലഘുഭക്ഷണ നിർമ്മാണ യൂണിറ്റ് അടച്ചിടാൻ നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു. നമ്മുടെ പെരിങ്ങര പഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ ഒരു വീട് കേന്ദ്രീകരിച്ചാണിത്. കുറച്ച് നാളുകളായിട്ട് ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് ഉള്ള ഒരു രീതിയിലാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ പ്രദേശത്തു നിന്നുള്ള ആൾക്കാരുടെ നിരന്തരമായ ഒരു പരാതി നമുക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് അറിയിക്കുകയും അതിനനുസരിച്ചാണ് ഇന്ന് റെയ്ഡ് നടന്നത്. അപ്പോൾ റെയ്ഡ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് വെറും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഒരു 5 ദിവസത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനും തുടർന്ന് ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം അത് പഞ്ചായത്തിന് ബോധ്യപ്പെടുമ്പോൾ മാത്രം തുറന്നു പ്രവർത്തിക്കാനുള്ളൊരു രീതിയിലാണ് ഇപ്പം തീരുമാനമെടുത്തിരിക്കുന്നത്. 5 ദിവസത്തിന് ശേഷം പോരായ്മകൾ പരിഹരിച്ചാൽ യൂണിറ്റ് തുറക്കാൻ അധികൃതർ അനുമതി നൽകും. ഈ സ്ഥാപനത്തിൽ ഇതിനു മുമ്പ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വന്ന് പരിശോധനയും വേണ്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് അധികൃതരും പ്രസിഡൻറ്റും നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ഉൾപ്പെടെ വന്ന് ഈ പ്രദേശം ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ കണ്ട കാഴ്ച വളരെ മോശമായ രീതിയിലാണ് ആഹാരം പാചകം ചെയ്യുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ആഹാരങ്ങൾ പുറത്ത് വളരെ തുറന്നു വച്ചിരിക്കുകയും ഈച്ചയും മറ്റ് പ്രാണികളും വന്ന് കയറി ഇറങ്ങി പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ വന്ന് ഈ പ്രദേശത്തെ ഇത് 5 ദിവസത്തിന് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ഈ 5 ദിവസത്തിനകം ഇത് വൃത്തിയായി കൊണ്ടു നടന്നില്ലെങ്കിൽ പൂർണ്ണമായി അടച്ചു ഇടാനുള്ള തീരുമാനമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. എവിടെയൊക്കെയാണ് ഇവിടെ തയ്യാറാക്കുന്ന ലഘുഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതെന്ന് അധികൃതർ ഇതര സംസ്ഥാന തൊഴിലാളികളോട് ചോദിച്ചു. തിരുവല്ല, ചങ്ങനാശ്ശേരി താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ബേക്കറികളിലും ഹോട്ടലുകളിലേക്കുമാണെന്ന് മറുപടി. ബൈക്കുകളിലും ഓട്ടോറിക്ഷകളിലുമായിട്ടാണ് പലഹാര വിതരണം. 5 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് കാണേണ്ടി വരുമല്ലോ എന്ന് പ്രദേശവാസികൾ നിസ്സഹായതയോടെ പറഞ്ഞു. റിപ്പോർട്ടർ, പത്തനംതിട്ട.